ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ടി വി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോ? അത്യാവശ്യം വലിയൊരു ടി വി വാങ്ങിക്കാനായിട്ട് എങ്കിൽ അതിന് പറ്റിയൊരു ടി വി ഷവോമി പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആ ടി വി വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കഷ്ടപ്പെട്ട് പൊക്കി വീടിന്റെ ഉള്ളിലോട്ട് റൂമിന്റെ ഉള്ളിലോട്ട് കയറ്റുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, 3 പേരുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഈ ഒരു ടി വി പൊക്കി വീടിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് നേരത്തെ ഹാർഡ് വർക്ക് കൊണ്ട് ഈ ഒരു ടി വി സെറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടി വി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി വി സെറ്റ് ചെയ്ത് ഓൺ ആക്കി എന്റെ ബാക്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് തീ കത്തുന്നത്. ഇത് നമ്മുടെ ആ ഒരു ടി വിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടി വിയാണ് ഞാൻ അൺബോക്സ് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്, അതുപോലെ ഏകദേശം എത്ര വലിപ്പം ഈ ഒരു ടി വിക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടി വിയിൽ സിനിമാസും മൂവീസ് ഒക്കെ ആണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, ഈ ഒരു ടിവിയുടെ സ്പെക്ക്, അതുപോലെ തന്നെ ഈ ഒരു ടിവിയുടെ പ്രൈസ് എല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ സമയം കളയാനുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കമോൺ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഈ ഒരു വലിയ ടി വി ഇല്ലേ, ഈ ഒരു ടി വി ഏത് കമ്പനിയുടെ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവോമിയുടെ FX മിനി LED ടി വി. ഏകദേശം 75 ഇഞ്ചാണ് ഈ ഒരു ടി വി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ടിവിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം വലിപ്പം ഈ ഒരു ടി വിക്ക് ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടി വി തന്നെയാണ്. ഈ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂമിന്റെ വീതി നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി സ്ഥലം മാത്രം അപ്പുറം ഇപ്പുറം ഉള്ളൂ, ബാക്കി ഫുള്ള് ടി വി നിറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം വലിപ്പം ഈ ഒരു ടി വിക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഷവോമിയുടെ ടി വി ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജിയാണ്. അതായത് ഇതിൽ ഫുൾ അറേ മിനി LED ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടി വിയിൽ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇല്ലേ, അത് നല്ല ഡീപ്പ് ബ്ലാക്ക് കളർ ആയിരിക്കും, നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യും. കൂടാതെ ക്വാണ്ടം ഫിൽറ്ററും ഈ ഒരു ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. നമുക്ക് ഇതിൽ കാണുന്ന പിക്ചേഴ്സും വീഡിയോസ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ബി റോൾസ്, ഈ ഒരു ടിവിയുടെ ബി റോൾസും ഇതിൽ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഈ ഒരു ടി വിക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു ടി വി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ബിൽഡ് ഇൻ ഫയർ ടി വി ആണ്, ആൻഡ്രോയിഡ് അല്ല. ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് ഫയർ ടി വിയിലോട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്മൂത്ത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഫയർ ടി വിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർക്ക് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഈ ഒരു ഫയർ ടി വിയിൽ കിട്ടും. ഇത് കൂടാതെ അലക്സയും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റിമോട്ട് ഞെക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടി വി ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്ത് തരും. അതുപോലെ ഈ ഒരു ടി വി മൊത്തത്തിൽ ഈ ഒരു അലക്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതും എന്തായാലും ഒരു അടിപൊളി ഫീച്ചർ ആയിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ടി വി എടുക്കണേക്കാളും മുമ്പ്. ഇത് കൂടാതെ 32 GB സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. 32 GB എന്ന് പറയുമ്പോൾ വലിയ സ്റ്റോറേജ് ഒന്നും അല്ലെങ്കിലും നമുക്ക് മൂവീസ് കാണാൻ അത് മതി. ഒരു 4-5 മൂവിയൊക്കെ അല്ലെങ്കിൽ ഒരു 5-8 മൂവിയെങ്കിലും നമുക്ക് ഇതിൽ സേവ് ചെയ്തിടാനായിട്ട് സാധിക്കും, പിന്നെ കാണാനും സാധിക്കും. 32 GB മതി ശരിക്കും ഇതിൽ, അത് ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള ഓൺലൈൻ OTT പ്ലാറ്റ്ഫോമിലൊക്കെയാണ് മൂവീസ് കാണുന്നത്. ടി വിയിലൊക്കെ സേവ് ചെയ്തിടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ 32 GB ഓക്കെയാണ്. ഇനി നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും പോലത്തെ സ്പോർട്സ് കാണുന്നവരാണ്, അതുപോലെ PS5 ഒക്കെ കുത്തി ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടി വി കറക്റ്റ് ആയിരിക്കും. കാരണം നല്ല സ്മൂത്ത് ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ഇതിൽ DLG 120 ഹെഡ്സ് ആണ് വരുന്നത്. DLG 120 ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ 120 ഹെഡ്സ് അല്ല, 60 ഹെഡ്സ് തന്നെയാണ്. പക്ഷെ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് 120 ഹെഡ്സ് ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് ഏകദേശം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടും. അതും ഈ ഒരു ടി വിയിലുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങൾ ഐഫോണും മാക്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിലെ ആപ്പിൾ എയർപ്ലേ 2 ആണ് വരുന്നത്. ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങളുടെ ഐഫോൺ ഈ ഒരു ടി വി ആയിട്ട് കണക്ട് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ സ്ട്രീം ചെയ്യാനും സാധിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സ്ട്രീം ചെയ്യാണ്ടിരിക്കേണ്ടതാണ് ഏറ്റവും ബെറ്റർ. നല്ല ഫീച്ചർ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ കാണാം. പക്ഷെ അതിനും ബെറ്റർ ഇതിലുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു ടി വിയിലുള്ള എന്താ പറയുക ആപ്സ് ഓപ്പൺ ചെയ്ത് അതിൽ വീഡിയോ കാണുന്നതാണ്. കാരണം കുറച്ചും കൂടി ക്വാളിറ്റി നമുക്ക് അങ്ങനെയാണ് കിട്ടുക. ആപ്പിൾ എയർപ്ലേ വഴി നമ്മൾ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ക്വാളിറ്റി ലോസ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും അത് ഈ ഒരു ടി വി അല്ല, ഏത് ടി വി ആയാലും നമ്മൾ മിറർ ചെയ്യണേക്കാളും ഏറ്റവും ബെറ്റർ ആ ടി വിയിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്പ് വെച്ച് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഈ ഒരു ടി വിയിൽ കിട്ടുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഗെയിം കളിക്കുന്നവരാണ്, PS5 ഒക്കെ കണക്ട് ചെയ്ത് ഗെയിം കളിക്കുന്നവരാണ്, അതുപോലെ സ്പോർട്സും മൂവീസ് ഒക്കെ കാണുന്നവരാണ്, അതുപോലെ അത്യാവശ്യം നല്ല വലിയൊരു ടി വി വേണം, അതും അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിൽ പറ്റൊരു ഓപ്ഷൻ തന്നെയാണ് ഷവോമി FX മിനി LED ടി വി. ഇനി ഈ ഒരു ടിവിയുടെ പ്രൈസ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 84,999 രൂപയാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ ഞാൻ അടിയിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു ടി വി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ടി വി നമ്മൾ വാങ്ങിച്ചപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.